ഹായ് ഹലോ ഫ്രണ്ട്സ്, അനിയുടെയും നന്ദുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അനിയും നന്ദുവും കൂടെ നവീൻ വക്കീലിനെ കാണാനായിട്ട് പോകുന്നുണ്ടല്ലോ. അവർ മൂന്നുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഒന്നിച്ചൊരു ഹോട്ടലിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അനി നന്ദുവിനോട് പറയുന്നുണ്ട്, കേട്ടോ നന്ദു, ഇവൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ഇവന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അത് ആരാന്ന് മാത്രം ഇവൻ പറയുന്നില്ല. ആ പെൺകുട്ടിയുടെ പേരെങ്കിലും ഇവനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി ഇവന്റെ കല്യാണം അങ്ങ് പെട്ടെന്ന് നടത്തായിരുന്നു എന്നൊക്കെ പറയുക. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ചോദിക്കുന്നുണ്ട്, ആഹാ അത് കൊള്ളാവല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞൂടെ? ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലത്തെ ഹെൽപ്പൊക്കെ ഞങ്ങളും ചെയ്യുമായിരുന്നല്ലോ. നവീനേട്ടന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തിനാ ഇനി വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് ആ പെണ്ണിന്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് കല്യാണം കഴിക്കുന്നത് തന്നെയല്ലേ നല്ലത്. നവീനേട്ടൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് നമ്മുടെ ഫാമിലിയിലൊക്കെ ഓക്കെ ആവുന്ന പെണ്ണാണെങ്കിൽ പിന്നെ അതിന് തടസ്സമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദു ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, അതേ നന്ദു, ഞാനും അത് അവനോട് കുറേ പ്രാവശ്യം പറഞ്ഞു. അവൻ പറയണത് ഇപ്പം അതിന് സമയം ആയിട്ടില്ലെന്നാ. സമയമാകുമ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുത്ത് എല്ലാം ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്. ഇവന്റെ മുത്തച്ഛനാണ് ഇപ്പൊ ഇവനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കാൻ ഇത്ര തിടുക്കം. അമ്മയ്ക്കും നല്ല വിഷമമുണ്ട്. അന്നൊരു ദിവസം ഞാൻ ഇവന്റെ വീട്ടിൽ പോയപ്പം അമ്മ എന്നോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇവനോട് സംസാരിച്ച് ഇവനെ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിപ്പിക്കണമെന്നൊക്കെ. നന്ദു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനി വെച്ച് താമസിപ്പിച്ചോണ്ടിരിക്കുന്ന എന്തിനാ നവീനേട്ടാ? എത്രയും പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയോട് കാര്യം പറഞ്ഞിട്ട് കല്യാണത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങാമല്ലോ. നവീൻ ഒരു ചിരിയോടുകൂടി തന്നെ പറയുന്നുണ്ട്, നോക്കണം, എന്തായാലും ഉടനെ വേണ്ട, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ എന്നിങ്ങനെ പറയുക. അപ്പൊ നന്ദു ചോദിക്കുന്നുണ്ട്, അതെന്താ ആ പെൺകുട്ടിയോട് നവീനേട്ടൻ കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ. അപ്പൊ നന്ദു പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയോട് കാര്യം പറയുന്നതല്ലേ നവീനേട്ട നല്ലത്. കാരണം ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേരുടെ സ്വഭാവമൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. മിക്ക കുട്ടികളും ഇപ്പൊ എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ എന്നിങ്ങനെ തന്നെ പറയുകയാണ് കേട്ടോ നന്ദു. അപ്പൊ നവീൻ പറയുന്നുണ്ട്, എൻ്റെ അറിവിൽ ആ പെൺകുട്ടിക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല നന്ദു. എനിക്ക് പറ്റിയ ഒരു പെണ്ണിനെ തന്നെയാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. എൻ്റെ പ്രൊഫഷനും ഒക്കെ ഓക്കെ ആയിട്ടുള്ളൊരു പെൺകുട്ടി തന്നെയാണ് അതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് അങ്ങോട്ട് കാര്യമൊന്നും എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. എന്നിട്ട് നവീൻ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നന്ദു, നിനക്കിപ്പോൾ 10-23 വയസ്സായില്ലേ? ഇനി നീ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ? നിനക്കിപ്പോൾ നല്ലൊരു ജോലിയായി, ഇനി നിനക്കൊരു കല്യാണം ആയിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, നന്ദുവിന് വിവാഹ നിശ്ചയം മുടങ്ങിയെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ വേറെ ആലോചനകളൊന്നും വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വേറെ ആലോചനകളൊന്നും വരാത്തത് തന്നെയാണ് നല്ലത്. എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ ധൃതിയൊന്നുമില്ല. എനിക്ക് കുറച്ച് നാളെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ നടക്കണം. അതാകുമ്പോൾ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാം. എനിക്ക് എൻ്റെ ജോലി കുറച്ച് നാളോടെ ആസ്വദിക്കുകയും ചെയ്യാം. പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ തളച്ചിടുന്ന പോലെ ആവൂലേ നവീനേട്ടാ. അതുകൊണ്ട് ഇപ്പം എന്തായാലും ഒരു കല്യാണത്തിന് ഞാൻ തയ്യാറല്ല. അച്ഛനും അമ്മയൊക്കെ എന്നെ എപ്പോഴും കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് താല്പര്യമില്ല. ഉടനെ എങ്ങും ഒരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കുകയില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിൻ്റെ മനസ്സിൽ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് നവീൻ മനസ്സിലാക്കുകയാണ്. തൻ്റെ ഇഷ്ടം ഇപ്പോൾ നന്ദുവിനോട് തുറന്നു പറഞ്ഞാലും നന്ദു ഇതേ ഒരു മറുപടി തന്നെ ആയിരിക്കുമല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് നവീനും കുറച്ചുകൂടെ താമസം ഉണ്ടെന്ന് തന്നെ പറയുന്നത്. അങ്ങനെ നന്ദു അനി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുകയും കണ്ണുകൾ തമ്മിൽ ഉടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ നവീൻ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അനി പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് പിരിഞ്ഞാലോ? എനിക്കാണെങ്കിൽ ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ബിസിനസ് നല്ല രീതിക്ക് എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ GM ആയിട്ടിരിക്കുന്ന ബ്രാഞ്ചിലൊക്കെ നന്നായിട്ട് സെയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന മാസങ്ങളിലൊക്കെ എനിക്ക് അതിൽ നിന്ന് താഴോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് കുറേ അധികം വർക്കുകൾ ഇനി പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും പിരിഞ്ഞേക്കുവാ. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഇരുന്ന് സംസാരിച്ചോ. അപ്പോൾ നന്ദുവും പറയുന്നുണ്ട്, അതെ, ഞാനും കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ നിങ്ങൾ വിളിച്ചല്ലേ ഓർത്തിട്ടാണ് ഞാനും വന്നത്. ഏതായാലും നമുക്ക് പിരിയാം. ഇനി ഇതുപോലെ നമുക്ക് കൂടാവല്ലോ. ഫ്രീ ഉള്ള ടൈമിൽ നമുക്ക് 3 പേർക്കും ഒന്നിച്ച് കൂടാന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് അവർ 3 പേരും പിരിയുന്നുണ്ട്. അപ്പോൾ അവർ ബില്ലൊക്കെ കൊടുത്തിട്ട് പിരിയാൻ നേരത്ത് നന്ദുവിനോടായിട്ട് നവീൻ ചോദിക്കുന്നുണ്ട്, നന്ദു എങ്ങനെയാ വന്നേന്ന്. അപ്പോൾ നന്ദു ഉടനെ പറയുന്നുണ്ട്, ഞാൻ അനിയുടെ കൂടെയാണ് വന്നത്. ഞാനും അനിയും കൂടെ കണ്ടുമുട്ടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ നവീനേട്ടൻ വിളിച്ചത്. അതുകൊണ്ട് ഞാൻ അവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി വന്നു എന്ന് പറയുക. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, ഏതായാലും അനി ഇനി ഓഫീസിലോട്ടല്ലേ പോകുന്നത്, വേണമെങ്കിൽ ഞാൻ നന്ദുവിനെ ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നിങ്ങനെ നവീൻ പറയുമ്പോഴേക്കും, വേണ്ട, ഞാൻ അനിയുടെ കൂടെ പൊക്കോളാം എന്നിങ്ങനെ പറയാനും നമ്മുടെ നന്ദുവിന് പറ്റുന്നില്ല. ശരി, എന്നാൽ ഞാൻ നവീനേട്ടൻ്റെ കൂടെ പൊക്കോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് നവീൻ്റെ കൂടെ കാറിൽ കയറി പോവുകയാണ്. അത് നമ്മുടെ അനിക്ക് ചെറിയ രീതിക്ക് ഒരു വിഷമമൊക്കെ ഉണ്ടാക്കി കേട്ടോ. കാരണം കിട്ടുന്ന സമയം മുഴുവൻ നന്ദുവിനോട് സ്പെൻഡ് ചെയ്യാൻ നോക്കുകയാണ് നമ്മുടെ അനി. കാരണം തിരിച്ചു പോകുന്ന സമയത്ത് നന്ദുവിനോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും പോകാമല്ലോ എന്നൊക്കെ ഓർത്തു. പിന്നെ നവീൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം വേണ്ട, ഞാൻ നന്ദുവിനെ കൊണ്ടുപോയി വിട്ടോളാം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അനി ഒന്നും മിണ്ടാതെ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഷമത്തോടു കൂടി തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്.
അങ്ങനെ കാറിൽ കയറിയിട്ട് നവീനൊപ്പം പോവുകയാണ് കേട്ടോ നന്ദു. അങ്ങനെ പോകുന്ന സമയത്ത് ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്നേരം നവീൻ പറയുന്നുണ്ട്, നവ്യ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിൻ്റെ ചേച്ചി എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നല്ലോ, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അബിയുടെ കേസ് ഏറ്റെടുക്കാനായിട്ട്. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് നവ്യക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്നുള്ളത് എനിക്ക് അറിയാമെന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, സ്വന്തം അനീതിയായ എന്നെ പോലും ഇപ്പോൾ ചേച്ചിക്ക് കണ്ടുകൂടാ, എന്നോടും നയനേച്ചിയോടും എന്ത് മോശമായിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നതെന്നറിയാവോ. ആദർശേട്ടൻ്റെ ഭാഗത്തെ തെറ്റുകളെല്ലാം മൂടി വെച്ചിട്ട് ആബിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി ഞാൻ അവനെ മനഃപൂർവ്വം ജയിലിലാക്കി എന്നാ നവ്യേച്ചി ഇപ്പോൾ പറയുന്നത്. നവ്യേച്ചിയുടെ മനസ്സിൽ അങ്ങനെയൊക്കെ വിഷം കുത്തി വയ്ക്കുന്നത് നവ്യേച്ചിയുടെ അമ്മായിമ്മ തന്നെയാണ്. നവ്യേച്ചിയുടെ അമ്മായിമ്മയും ഭർത്താവും കൂടെ ചേർന്നിട്ടാ നവ്യേച്ചിയെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നവ്യേച്ചി ഇപ്പോഴും അവൻ്റെ കൂടെ ജീവിക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവുക. ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത കൂട്ടരാ അബിയുടെ അമ്മയും ഒക്കെ. അനാമയ്ക്ക് പറ്റിയ കൂട്ടായിരുന്നു അബി. രണ്ടുപേരുടെ മൈൻഡിൽ ക്രിമിനൽ ബുദ്ധിയല്ലേ ഉണ്ടായിരുന്നത്. അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ ചതിച്ച് അവളെ കഴുത്തി ഞെരിച്ച് കൊല്ലാൻ നോക്കിയവനാ അബി. എന്നിട്ടാ അവൻ ആദർശേട്ടനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിനവൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? എല്ലാ തെറ്റുകളും ചെയ്യുന്നത് അവൻ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവീൻ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നന്ദു, കുറച്ച് നാളായിട്ട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് ഓർത്താ, ഈ ചന്തുമോള് ശരിക്കും ആരുടെ കുഞ്ഞാ? ആദർശേട്ടനെ മറ്റൊരു പെൺകുട്ടിയിലുണ്ടായ കൊച്ചാണെന്നാണല്ലോ പൊതുവെയുള്ള നാട്ടുവർത്താനം. അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു ഒന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, നവീനേട്ടനോട് എനിക്ക് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ശരിക്കും ഒരു ചതിയായിരുന്നു. ഇവിടെയും പ്രതി അബി തന്നെയാണ്. അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ ചതിച്ചത് അബിയാണ്. അബിക്ക് അനഘയിലുണ്ടായ കുഞ്ഞാണ് ചന്തുമോള്. അന്ന് അവൻ അതിൻ്റെ പിന്നിലെ കുറേ നാടകമൊക്കെ കളിച്ചിട്ട് എല്ലാം ആദർശേട്ടൻ്റെ തലയിൽ കൊണ്ടുവച്ചിട്ട് അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ആദർശേട്ടനെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തിയതും ഇപ്പോഴും എല്ലാവരും കുറ്റപ്പെടുത്തുന്നതും ആദർശേട്ടനെയാണ്. പക്ഷേ നവ്യേച്ചിയുടെ ജീവിതം ഇല്ലാതായി പോകണ്ടെന്ന് ഓർത്തിട്ടാ ഈ വലിയ സത്യങ്ങളൊന്നും നവ്യേച്ചിയോട് പറയാതിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ഓരോ പ്രാവശ്യം നവ്യേച്ചി ആദർശേട്ടനെ കുറ്റപ്പെടുത്തുമ്പം ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നും. പക്ഷെ ഞങ്ങൾ അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അതിലുപരി ഇങ്ങനെ ഒരു ചതിക്ക് പിന്നിൽ അബിയാണെന്ന് അറിഞ്ഞാൽ നയനേച്ചിയെ പോലല്ല നവ്യേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്ക് പോലും പറയാൻ പറ്റത്തില്ല. പല പ്രാവശ്യം ഇത് പറയാനായിട്ട് ശ്രമിച്ചെങ്കിലും അന്നേരമൊക്കെ നവ്യേച്ചിയുടെ പ്രതികരണം അവനെ കൊന്നിട്ട് ഞാനും ചാകും എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം പറയാൻ ഞങ്ങൾക്ക് പേടിയാ. ഇനി തറവാട്ടിൽ അറിയാൻ ബാക്കിയുള്ളത് നവ്യേച്ചിയും ജലജാപ്പച്ചിയും അതുപോലെ അനിയുടെ അമ്മയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഈ സത്യങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ ചെയ്തു കൂട്ടി വെച്ചിട്ടാ അവൻ പിന്നെയും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ അവൻ എന്തൊക്കെ തിരിമറികളാണ് നടത്തിയേക്കുന്നത്. അവൻ്റെ ഓരോ പ്രവൃത്തികളിലും സഹികെട്ടിട്ട അവസാനം ഞാൻ അവനെ ജയിലിലാക്കിയത്. അതിൻ്റെ ഒരു ദേഷ്യമൊക്കെയാണ് നവ്യേച്ചിക്ക് ഇപ്പം എന്നോട് മാത്രമല്ല നയനേച്ചിയോടും ചേച്ചി ആ ദേഷ്യം കാണിക്കുന്നുണ്ട്. ഇപ്പം അനന്തപുരയിലുള്ള എല്ലാവരെയും ശത്രുക്കളെ പോലെയാണ് നവ്യേച്ചി കാണുന്നതെന്നൊക്കെ തന്നെ നവീനോട് പറയുന്നുണ്ട്. നമ്മളായിട്ട് എന്തായാലും നവ്യേച്ചിയോട് ഈ സത്യം പറയണ്ട. എല്ലാം ഒരിക്കലും നവ്യേച്ചി മനസ്സിലാക്കുമല്ലോ. സത്യത്തെ മൂടി വയ്ക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് നവ്യേച്ചി എന്നെ ഇതൊക്കെ മനസ്സിലാക്കട്ടെ എന്ന് തന്നെ പറയുകയാണ് കേട്ടോ നന്ദു. അങ്ങനെ നന്ദു നവീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ ആ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇറക്കിയാൽ മതി, എൻ്റെ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ അതിൽ പൊക്കോളാം എന്ന് തന്നെ പറയുക. അന്നേരം പോലീസ് സ്റ്റേഷനൊക്കെ എത്താറാവുമ്പോഴേക്കും തന്നെ നന്ദു പിന്നെ നവീനോട് പറയുന്നുണ്ട്, പെണ്ണിൻ്റെ പേരൊന്ന് വെളിപ്പെടുത്തുമായിരുന്നെങ്കിൽ ഞാനും അനിയും കൂടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യായിരുന്നു, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടത്തായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നവീൻ ഒരു നാണത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിന്റെ കാര്യം ആദ്യം നോക്കണ്ടേ, നിന്റെ കാര്യം കൂടി ഓക്കെ ആകട്ടെ എന്നിങ്ങനെ പറയുക. അപ്പോൾ നന്ദുവിന് എന്തോ ഒരു സംശയമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നീയും വിവാഹത്തിന് റെഡി ആണോന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുക. എന്നാൽ ശരി, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് അവർ പിരിയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദു പിന്നെ സ്റ്റേഷനിലോട്ടൊക്കെ വരുന്ന നന്ദുവിൻ്റെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോഴേക്കും അനിയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരത്തേക്ക് നമ്മുടെ നവീൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നന്ദു വന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, ഞങ്ങൾ കാറിൽ ഒന്നിച്ച് വന്നപ്പോഴേക്കും നവീച്ചയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് വന്നേ. ആ സമയത്ത് നവീനേട്ടൻ എന്നോട് ചോദിച്ചായിരുന്നു ചന്തുമോളുടെ കാര്യങ്ങളൊക്കെ. അന്നേരം ഞാൻ സത്യം പറഞ്ഞു. കാരണം ഇനിയിപ്പോൾ ഈ സത്യങ്ങളൊക്കെ മൂടി മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ എന്നായാലും ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം നവ്യേച്ചി ഈ സത്യങ്ങളൊക്കെ അറിയും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനായിട്ട് മറച്ചു വയ്ക്കാൻ നിന്നില്ല. ഞാൻ നവീനേട്ടനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. പിന്നെ നവ്യേച്ചി നവീനേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അബിക്ക് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട്. താല്പര്യമില്ലെന്നും പറഞ്ഞ് ഒഴിവാക്കി വിടുക നവീനേട്ടൻ ചെയ്തത്. അതിൻ്റെ ഒരു ദേഷ്യം നവ്യേച്ചിക്ക് ഉണ്ടെന്നും പറഞ്ഞു. അന്നേരം അനി പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി. ഇനിയിപ്പോൾ അവനെക്കുറിച്ചുള്ള സത്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത് തന്നെയാണ് നല്ലത്. നിന്റെ ചേച്ചി ഇപ്പം അവൻ്റെ വശത്തല്ലേ. അവനും അവൻ്റെ അമ്മയും പറയുന്നതാണ് നിന്റെ ചേച്ചി ഇപ്പം കേൾക്കുന്നത്. കുടുംബത്തിനകത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർ നോക്കുന്നുണ്ടെന്ന് പറയുക. അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്,
അവരെവിടെ വരെ കളിക്കും എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. ഏതായാലും അവനെ തളച്ചിടാൻ പറ്റിയ പിടിവള്ളിയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് തന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്. അഭി ജയിലിലായതുകൊണ്ട് തന്നെ അഭിയുടെ അമ്മയ്ക്ക് ഞങ്ങളോട് ഭയങ്കര ദേഷ്യമുണ്ട്. നയനേച്ചിയോടും എന്നോടും ആദർശേട്ടനോടും ഏറ്റവും കൂടുതൽ ശത്രുത അവർക്ക്. അതുകൊണ്ട് തന്നെ നയനേച്ചി ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവരെന്തെങ്കിലും നയനേച്ചിയോട് മോശമായിട്ട് പെരുമാറുമോ, നയനേച്ചി എന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നൊക്കെയുള്ള ഒരു പേടി എനിക്കുണ്ട്. അച്ഛനും അമ്മയ്ക്കും ആ പേടിയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ദിവസം നയനേച്ചിയോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാനാ, ആദർശേട്ടൻ്റെ അമ്മയ്ക്കും ഒക്കെ നയനേച്ചിനെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല അത്രേ. എന്നിട്ട് ആദർശേട്ടൻ രാവിലെ തന്നെ വന്ന് നയനേച്ചിനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും നല്ല ടെൻഷനും പേടിയും ഉണ്ടെന്ന് തന്നെ പറയുക. അന്നേരം അനിയും പറയുന്നുണ്ട്, വല്യമ്മ എപ്പോഴും ഏട്ടത്തിയുടെ കൂടെ ഉണ്ട്. ഏട്ടത്തിനെ ഇപ്പോൾ ഇടം വലം തിരിയാൻ വല്യമ്മ സമ്മതിക്കുകയില്ല. അതുപോലെ തന്നെ ഏട്ടത്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് വല്യമ്മയും എൻ്റെ അമ്മയും കൂടിയിട്ടാണ്. അതുകൊണ്ട് അവരുടെ പണിയൊന്നും വല്യമ്മയുടെ അടുത്തൊന്നും നടക്കൂല. ഇനി അഥവാ അവരങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാലും അതൊന്നും തറവാട്ടിൽ വില പോകില്ല എന്ന് തന്നെ നമ്മുടെ അനി പറയുന്നുണ്ട്. എന്നിട്ട് അനി കുറച്ച് റൊമാൻറ്റിക്കായിട്ട് നന്ദിനോട് സംസാരിക്കാനൊക്കെ തുടങ്ങിയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരും ഇപ്പം നമ്മുടെ ബന്ധത്തിനെ അനുകൂലിക്കുന്നവരാ. എൻ്റെ അമ്മയും നിൻ്റെ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ നമ്മുടെ ബന്ധത്തെ ഇപ്പം അനുകൂലിക്കാത്തത്. അവരും കൂടെ സമ്മതിച്ചാ പിന്നെ നീ എൻ്റെ അടുത്ത് നമുക്കൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നീ എന്തായാലും പോലീസ് യൂണിഫോം അണിയില്ല. നിന്നെ ഞാൻ ജോലിക്ക് വിടുകയേയില്ല. നീ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകണം. നിൻ്റെ വീട്ടിൽ പോലും ഞാൻ നിന്നെ വിടൂല എന്ന് തന്നെ നമ്മുടെ അനി പറയുന്നുണ്ട്. അന്നേരം നാണും കൊണ്ട് നന്ദുവും പറയുന്നുണ്ട്, ഒന്ന് പോടാ, അതൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ, അത് അന്നേരം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇച്ചിരി റൊമാൻറ്റിക്കായിട്ട് തന്നെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ നവ്യ വീണ്ടും നവീൻ്റെ അടുത്ത് വരികയാണ് കേട്ടോ. അബിയുടെ ആ ഒരു കേസ് ഏറ്റെടുത്ത് നടത്തണമെന്നൊക്കെ പറയാനായിട്ട് തന്നെ. നവി വിചാരിച്ചാൽ ഈ കേസ് പുഷ്പം പോലെ ജയിക്കാൻ പറ്റും. അബിയെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവീൻ്റെ കാല് പിടിക്കാനൊക്കെ ആയിട്ട് ചെല്ലുകയാണ്. അതേസമയത്ത് നവീനാണെങ്കിലും വലിയ താല്പര്യമൊന്നും കാണിക്കാതെ നവിയോട് ഈ കേസ് ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് തന്നെ പറയുകയാണ്. അന്നേരം നവിക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. നവി എന്നിട്ട് പറയുന്നുണ്ട്, നന്ദുവിൻ്റെയും അനിയുടെയും കൂടെയല്ലേ നിങ്ങൾ നടക്കുന്നത്, അപ്പം അവർ പറയുന്നതല്ലേ നിങ്ങൾ കേൾക്കുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞങ്ങളെല്ലാവരും ആ വീട്ടിലെ പുറമ്പോക്കാണ്. അതുകൊണ്ട് തന്നെയല്ലേ അബിയോട് ഇങ്ങനെ ഒരു വേർതിരിവ് അവർ കാണിക്കുന്നത്. ഇതുവരെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പം എനിക്ക് ശരിക്കും മനസ്സിലായി അവരുടെ സ്വഭാവമൊക്കെ. നാഴികയ്ക്ക് 40 വട്ടം ആദർശത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാ. ഇപ്പം എനിക്ക് മനസ്സിലായി ആദർശം തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ള കാര്യം. എല്ലാവരും കണക്കാ. ആ വീട്ടിലുള്ള എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് തന്നെ പറയുകയാണ് നമ്മുടെ നവ്യ. അപ്പോൾ അഭി ചെയ്ത കുറ്റങ്ങളൊക്കെ എണ്ണി നവ്യയോട് പറയുന്നുണ്ട്. ചന്തമോളുടെ കാര്യമൊന്നും പറയുന്നില്ല. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും അഭി ചെയ്തിട്ടുള്ള തിരിമറികളും അതുപോലെ തന്നെ തട്ടിപ്പും വെട്ടിപ്പും ഈ സ്വർണ്ണക്കള്ളക്കടത്തും എല്ലാം നമ്മുടെ നവ്യയുടെ അടുത്ത് പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ടെങ്കിലും നവ്യ പറയുന്നതെല്ലാം അതെല്ലാം കള്ളക്കേസുകളാണ്. അത് അബിയെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ ഓഫീസുകളിൽ നിന്നൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആദർശ നയനയും കൂടെ കെട്ടിച്ചമച്ച കഥകളാണെന്ന് തന്നെ പറഞ്ഞ് നവീൻ്റെ അടുത്ത് വാദിക്കുകയാണ് കേട്ടോ. അവസാനം അവർ തമ്മിൽ നല്ലൊരു വഴക്ക് തന്നെ അവിടെ ഉണ്ടാവുകയാണ്. എന്നിട്ട് നന്ദുവിനെ കുറ്റപ്പെടുത്തി നവ്യ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അവൾ ഒറ്റൊരുത്ത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവളാണ് എൻ്റെ അബിയെ കുടുക്കിയത്. അബിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി അബിയെ ജയിലിലാക്കിയതിൽ അവൾക്ക് വലിയ പങ്കുണ്ട്. അവളെ ഞാൻ രക്ഷ എണ്ണ വരപ്പിക്കും. അവളെ ഞാൻ അങ്ങനെ നയനെയും നന്ദുവിനെയും ആദർശനെയും കൂടെ കുറ്റപ്പെടുത്തി തന്നെ സംസാരിക്കുകയാണ് കേട്ടോ നവ്യ. അന്നേരത്തേക്ക് അവസാനം നവീൻ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഫാമിലി പ്രശ്നങ്ങളാണ്, അതൊന്നും ഇവിടെ ഒന്ന് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ തന്നെ പറയുക. അന്നേരവും നമ്മുടെ നവ്യക്ക് ദേഷ്യം അടക്കാൻ വയ്യാതെ നവ്യ പിന്നെയും പറയുന്നുണ്ട് നന്ദുവിൻ്റെ കാര്യം. സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ളൊരു പരിഗണന പോലും കൊടുത്തില്ല. അവനെ ലോക്കപ്പിലിട്ട് അവൾ തല്ലി ചതച്ചു. അച്ഛനെയും കൂട്ടിയിട്ട് ഞാൻ ചെന്ന് അവളുടെ കാല് പിടിച്ചതാ. എന്നിട്ട് പോലും അവൾ അവനെ വിട്ടയച്ചില്ല. അവളിപ്പോൾ എൻ്റെ അനീതിയൊന്നുമല്ല. അവൾമാർ രണ്ടുപേരും ഇനി അനീതിയല്ല. അവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. അവൾക്കൊരാഗ്രഹമുണ്ട് മനസ്സിൽ. അനിയെ കല്യാണം കഴിച്ച് അനന്തപുരിയിൽ കയറിക്കൂടാവുന്നൊരാഗ്രഹം. അതെന്തായാലും ഞാൻ സമ്മതിക്കുകയില്ല. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിനെ സമ്മതിക്കുകയില്ല എന്നൊക്കെ തന്നെ നവ്യ പറയുക. അപ്പോൾ അത് കേട്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ നവീൻ ചോദിക്കുന്നുണ്ട്, എന്തായി പറയുന്നത്? നന്ദുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? നന്ദു അനിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഈ ചുമ്മാ നിങ്ങൾ പറയുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്. അവർ തമ്മിൽ കുറേ നാളായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാണ്. അവരുടെ സ്നേഹത്തിന് ഇപ്പോഴും ഒരു കുറവ് വന്നിട്ടില്ല. അനാമിക എന്തിൻ്റെ പേരിലാണ് അനിയോട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്? നന്ദുവിൻ്റെ പേര് പറഞ്ഞിട്ടാ. നന്ദുവും അനിയും തമ്മിലുള്ള സ്നേഹം അവൾ അറിഞ്ഞിട്ടാ അവൾ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ആദ്യമൊക്കെ എല്ലാവരും അതിനെ എതിർത്തു. പക്ഷേ ഇപ്പം എല്ലാവരും അതിനെ അനുകൂലിക്കുന്നുണ്ട്. ആദർശും നയനയും ആ തറവാട്ടിലുള്ള മിക്കവരും ആ ബന്ധത്തെ അനുകൂലിക്കുന്നവർ തന്നെയാണ്. അനിയുടെ അമ്മയും എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാത്തത്. വൈകാതെ അവരെ കൊണ്ടും അവൾ സമ്മതിപ്പിച്ചെടുക്കും. എങ്ങനെയെങ്കിലും അനിയെ കല്യാണം കഴിച്ച് അനന്തപുരിയിൽ കയറി കൂടണം. അതിന് വേണ്ടിയിട്ടാണ് അവൾ ഈ കളികളൊക്കെ കളിക്കുന്നത്. എൻ്റെ അബിയെ അവിടുന്ന് പുറത്താക്കാൻ നോക്കിയതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്ര നാളും കൂട്ടുകൂടി നടന്നിട്ട് അവരെന്തേ ഈ കാര്യം മാത്രം നവീനോട് പറഞ്ഞില്ല? അനന്തപുരിയിലെ എല്ലാ ചരിത്രങ്ങളും ഓതി തന്നപ്പോഴും ഈ കാര്യം മാത്രം എന്തുകൊണ്ട് പറഞ്ഞില്ല?
അനിയും അനാമികയും തമ്മിൽ തെറ്റാനുള്ള കാരണം നന്ദു ആണെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവര് തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ടാ അനാമിക അകറ്റിയത്. അനാമികയുടെ സ്വഭാവം അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും ഒരു പരിധി വരെ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നന്ദു തന്നെയാണ്. നന്ദു അനിയും തമ്മിലുള്ള വീഡിയോ ഒക്കെ വൈറലായത് കണ്ടായിരുന്നല്ലോ. അവര് തമ്മിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് അവളുടെ ഭാഗം ന്യായീകരിക്കാൻ ചുമ്മാ പറഞ്ഞൊന്നുമല്ല. അവർ രണ്ടുപേരെയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ പറഞ്ഞത്. ഞാനും ആദ്യം ഇവരെ ഒന്നും വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയത് ഇപ്പോഴാ അനന്തപുരിക്കാരുടെ ശരിക്കുള്ള സ്വഭാവം എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ പറയാ, എൻ്റെ അഭിയെ ജയിലിലാക്കിയിട്ട് അനന്തപുരയിലുള്ള ആരും സന്തോഷത്തോടെ ജീവിക്കാന്ന് കരുതണ്ട. ആരെയും ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കുകയല്ല. എല്ലാവർക്കും സ്വസ്ഥതക്കേട് ഞാൻ ഉണ്ടാക്കുമെന്ന് തന്നെ അവരൊക്കെ പറയുന്നത് കേട്ടിട്ടല്ലേ ഇപ്പൊ നീയും ഞങ്ങളെ കൈയൊഴിയുന്നത്. നീ എൻ്റെ ക്ലാസ്മേറ്റ് അല്ലേ, എൻ്റെ ഫ്രണ്ട് അല്ലേ. നിന്നോട് ഞാനൊരു സഹായം ചോദിച്ചപ്പം അവരെ മുൻനിർത്തി നീ എനിക്കത് ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ. നന്ദുവിനെയും നയനെയും ആദർശിനെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ നവി അവിടെ നിന്ന് പോകുന്നത്. അവസാനം ഇതൊക്കെ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കാനേ നവീനും കഴിഞ്ഞുള്ളൂ. കാരണം നവീന് നന്ദുവിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ പറയാം എന്നുള്ള രീതിയിലായിരുന്നല്ലോ. അനിയും നന്ദുവും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നുള്ളത് നമ്മുടെ നവീൻ അറിയുന്നേ ഇല്ല, അവരോട്ട് പറഞ്ഞിട്ടുമില്ല. പണ്ട് മുതലേ നന്ദുവിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു നവീന്, നന്ദു കോളേജിൽ പഠിക്കുന്ന സമയം മുതലേ. പക്ഷെ അന്ന് പോലും ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ അനിക്ക് നന്ദുവിനും തമ്മിൽ വേർപിരിയാൻ പറ്റാത്തത്രയും അവരിഷ്ടത്തിലാണ്. ഇനിയിപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പെണ്ണ് നന്ദു ആണെന്നുള്ളത് അവരറിയാതെയും കൂടെ നോക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നവീൻ അവരിൽ നിന്ന് ഒരു അകലം പാലിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അനാമികമായിട്ടുള്ള ഡിവോഴ്സ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അനി പല പ്രാവശ്യം നവീനെ കോൺടാക്ട് ചെയ്യാനും കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിലും നവീൻ അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അതിന് കൊടുക്കുന്നില്ല. നവീൻ അവിടെ ഒരു അകലം പാലിച്ച് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം എന്തോ നവീന് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്ന എന്തായാലും അനിയുടെയും അനാമികയുടെയും ഡിവോഴ്സ് ലീഗലി നടന്നാലല്ലേ നന്ദുവുമായിട്ടുള്ള ഒരു മാരേജ് ചെയ്യാം, നന്ദുവുമായിട്ടുള്ള ഒരു വിവാഹം നടക്കുകയുള്ളൂ. എന്തായാലും അനിയും നന്ദുവും തമ്മിൽ ഇങ്ങനൊരു റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം അറിയുമ്പോൾ നമ്മുടെ നവീൻ അത് ഒരുപാട് സങ്കടമാകുന്നുണ്ട്.